പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MP അബ്ദുസ്സമദ് സമദാനിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ഇപ്പോൾ UDF മണ്ഡലത്തിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മവും അല്പസമയത്തിനുള്ളിൽ നിർവഹിക്കാൻ പോവുകയാണ്. എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം? തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ ജനങ്ങളുടെ വളരെ വലിയ പിന്തുണയോടെ ആവേശത്തോടെ UDF പ്രവർത്തകരുടെ വളരെ ഉജ്ജ്വലമായ പങ്കാളിത്തത്തോടെ എന്ന് പറയണം, വളരെ സംതൃപ്തികരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലാവസ്ഥ നല്ല ചൂടുണ്ട്, വെയിലുണ്ട്, അതൊക്കെ പ്രചാരണത്തെ ബാധിക്കുന്നുണ്ടോ? അതൊന്നും പ്രചാരണത്തെ ബാധിച്ചിട്ടില്ല. ഓരോ സമയത്തിനും അതിനനുസൃതമായ വലിയ ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളെ ബുദ്ധിമുട്ടിച്ച് വലിയ ചൂടുള്ള സമയത്ത് വലിയ പരിപാടികളൊന്നും സംഘടിപ്പിക്കാൻ കഴിയില്ലല്ലോ. അത് നമുക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അതല്ലാത്ത പ്രചാരണങ്ങളുണ്ട്, അല്ലാത്ത രീതിയിലുണ്ട്. അതിനെ പറ്റിയ സദസ്സുകളോ ഒക്കെ ആയിട്ട് എന്ന് വെച്ച് കാലാവസ്ഥയുടെ ഒരു ചൂടോ അതിൻ്റെ ഒരു സാഹചര്യമോ ഒന്നും ഇത് ഇന്നോളല്ല. ഇപ്പോൾ നമ്മളിതുവരെ ഓടിയല്ലോ, പ്രവർത്തനത്തെ എവിടെയും ബാധിച്ച് കണ്ടില്ല എന്ന് മാത്രമല്ല, ആളുകൾ വളരെ വലിയ ആവേശത്തിലും വളരെ വലിയ പ്രത്യാശയിലുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പൗരത്വ ഭേദഗതി വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. വിശേഷം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിൽ പൊന്നാനിയിൽ ഉൾപ്പെടെ ആവശ്യത്തിൽ ഇപ്പോൾ CPM-ൻ്റെ ഒരു പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നത്, ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച സമയത്ത് മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെ MP-മാരും ഇതിൽ നിന്ന് വിട്ടുനിന്നു, കോൺഗ്രസിൻ്റെ MP-മാർ വിട്ടുനിന്നു, മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള ആളുകൾ വിട്ടുനിന്നതാണ്. എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ ആ വിധത്തിൽ? തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ വിട്ടുനിന്നിട്ടില്ല, അവാസ്തവമാണ്, തീർത്തും വ്യാജമായ പ്രചാരണമാണ്. അത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ, UDF-ൻ്റെ, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ശക്തമായ നിലപാടുണ്ട് ഈ കാര്യത്തിൽ. അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കണം എന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, ഇതിലാദ്യം കോടതിയെ സമീപിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അത് അറിവുള്ളതല്ലേ. ഇങ്ങനെ ഒരു സാക്ഷര സമൂഹത്തിൽ ഇത്ര വലിയ കൽപ്പിത വ്യാജങ്ങൾ എഴുന്നള്ളിപ്പിച്ചാൽ ആരാത് വിശ്വസിക്കുക? ഇപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ തൊട്ട് പിറ്റേന്ന് രാവിലെ കാലത്ത് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലെത്തി. മാത്രമല്ല നമ്മുടെ പരിഗണിക്കാൻ പോവാണ് ഇപ്പോൾ ചൊവ്വാഴ്ച, അല്ലേ? ചൊവ്വാഴ്ച കേസ് പരിഗണനക്കെടുക്കുകയാണ്. വേറൊരു സംഗതി കൂടി ഉണ്ടായി. ഇത് ആദ്യം നമ്മൾ ലീഗ് കേസിന് പോയപ്പോൾ മറ്റു ചിലരൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. സുപ്രീം കോടതി പറഞ്ഞു അത് ലീഗിൻ്റെ ഹെഡിലാണ് ഇത് വാദം വരിക. എന്നുവെച്ചാൽ ആ എല്ലാ ഹർജികളുടെയും തലപ്പത്ത് ഒന്നാം സ്ഥാനത്ത് ലീഗിൻ്റെ ഹർജിയെ വെക്കുന്ന സുപ്രീം കോടതി പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. അതും കഴിഞ്ഞപ്പോൾ നമ്മൾ മുസ്ലിം ലീഗ് യോഗം ചേർന്നു, ശക്തമായ തീരുമാനമെടുത്തു. അതിൻ്റെ ദേശീയ രാഷ്ട്രീയ കാര്യോപദേശക സമിതി പാണക്കാട്ട് യോഗം ചേർന്നു. നമ്മൾ അതിൻ്റേതായിട്ടുള്ള തീരുമാനം ശക്തമായിട്ട് പ്രഖ്യാപിച്ചു. വീണ്ടും കോടതിയെ സമീപിച്ചു. കോൺഗ്രസ് ആകട്ടെ വളരെ ശക്തമായി. ഞാൻ പറയട്ടെ, ഇതിനൊക്കെയുള്ള പരിഹാരം എന്താ? ഇതിൻ്റെയൊക്കെ പേരിൽ കോൺഗ്രസിനെയും ഇപ്പോഴും വിമർശിക്കാൻ നടക്കുന്നവരെന്താ നേടാൻ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് മുസ്ലിം ലീഗ് വിഷയത്തിൽ ആ വിധത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടും എന്തുകൊണ്ടായിരിക്കും CPM അത്തരമൊരു പ്രചാരണം നടത്തുന്നത്? അതിൻ്റെ കാരണം എന്തായിരിക്കും? അത് രാഷ്ട്രീയ പ്രേരിതം. ഇതിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ടല്ലോ. ഏക സിവിൽ കോഡ് വന്നു, ചില സ്റ്റേറ്റുകൾ നടപ്പിലാക്കി കഴിഞ്ഞു. പൗരത്വം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുവരുന്നു കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, ഭരിക്കുന്ന പാർട്ടി അവരതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇവരെ അധികാരത്തിൽ നിറക്കണ്ടേ? അതല്ലേ ശാശ്വത പരിഹാരം? ഇവരിനിയും അധികാരത്തിൽ വരാൻ സഹായകമായ നിലപാട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇവരധികാരത്തിൽ നിന്നിറക്കി അവിടെ പകരം ഒരു മതേതര സംവിധാനം, ഒരു മതേതര സർക്കാർ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് രാജ്യവും ജനതയും പൊറുതിമുട്ടി ആഗ്രഹിക്കുന്ന ആ ഒരു സംവിധാനം കൊണ്ടുവരാൻ കോൺഗ്രസ്സിനെ കഴിയുമോ എന്നുള്ള പച്ച പരമാർത്ഥത്തെ അംഗീകരിക്കാനുള്ള വൈമനസ്യം കൊണ്ടും രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം കൊണ്ടുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ചേർത്ത് വായിക്കേണ്ടത്. ഇന്ത്യ മുന്നണിക്ക് ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന, പ്രതീക്ഷയർപ്പിക്കുന്ന കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെതിരെ EK സംസ്ഥയുടെ മുഖപത്രം എന്നൊരു വിമർശനമായിട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. മുഖപ്രസംഗത്തിൽ തന്നെ കോൺഗ്രസ് ഇത്തരത്തിൽ അധികാര സ്ഥാനത്തിന് വേണ്ടി ആളുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ ആ ഒരു വിഷയത്തിൽ നിലപാടെന്താണെന്ന് കണ്ടെത്തണം. പത്രത്തിൻ്റെ മുഖപ്രസംഗത്തെ പറ്റി ഞാൻ പറയുന്നില്ല. ഓരോ പത്രത്തിനും അതിൻ്റേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാമല്ലോ. അത് പത്രത്തിൻ്റെ മുഖപ്രസംഗം വെച്ച് നമ്മൾ അതിനെ പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് സംഘടനയുടെ നിലപാടാവില്ല. ആ സംഘടനയുടെ നിലപാടോ എന്നുള്ളതോ അത് അവിടെ ചോദിക്കേണ്ടതാണ്. അത് നമ്മളതിനെപ്പറ്റി വിധി കൽപ്പിക്കുന്നത് ശരിയല്ല. അതേസമയം കോൺഗ്രസ് ശക്തമായി നിൽക്കുകയാണ്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ്. ഇന്ത്യയുടെ പ്രതീക്ഷ കോൺഗ്രസ്സിലുമാണ്, രാഹുൽ ഗാന്ധിയിലുമാണ്.
ഇന്ത്യയിലെ മതേതരവാദികളായ ജനങ്ങൾക്ക് ഒറ്റ പ്രതീക്ഷയുള്ളൂ, അതിന് കോൺഗ്രസ് വരണം, രാഹുൽ ഗാന്ധി വരണം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്ര ഭാരത് ജോഡോ ഉത്തരേന്ത്യയിൽ വൻ തോതിലാണ് ജനസ്വാധീനം ഉണ്ടാക്കിയത്. മീഡിയ വല്ലാതെ ശക്തമായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് UP-യിൽ രാഹുൽജിയുടെ കൂടെ കൈപിടിക്കാൻ വന്നപ്പോൾ അത് സൃഷ്ടിച്ച ഒരു പൊളിറ്റിക്കൽ മൊമെൻ്റുണ്ട്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിലേക്ക്, BJP-യുടെ തോൽവിയിലേക്കുള്ള വലിയ സൂചനകളാണ്. ആ ഒരു വലിയ ട്രെൻഡ് രാജ്യത്തുണ്ടാകുമ്പോൾ അല്പം മതേതരത്വമായിട്ടുള്ള ഒരു സർക്കാർ നിലവിൽ വരണമെന്ന അല്പം ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാനമര്യാദക്ക് മിനിമം അതിന് തടസ്സം നിൽക്കാതെങ്കിലും നിൽക്കുകയാണ് വേണ്ടത്. ഈ കൊഴിഞ്ഞുപോക്കുകളൊന്നും ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കില്ല. ഇപ്പോൾ പത്മജ വേണുഗോപാൽ പോയി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ജില്ലാ നേതാക്കളൊക്കെ തന്നെ അതൊക്കെ വളരെ വളരെ അതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യേണ്ടതേ ഇല്ല. കോൺഗ്രസ് ഒരു ശക്തമായ വടവൃക്ഷമാണ്, പോകേണ്ടത് പോയിട്ടുണ്ടാവും, അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നേരത്തെയുള്ള പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏതാ ഒരു മതേതര ബദൽ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ വെക്കാൻ പറ്റിയ ഒരു സെക്യുലർ ആൾട്ടർനേറ്റീവ്, സെക്യുലറിസത്തെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബദൽ ഇപ്പോൾ ഉള്ളത് ഒരിക്കലും സെക്യുലർ അല്ലല്ലോ. അപ്പോൾ അത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിനെ ക്ഷീണിപ്പിക്കാൻ നടത്തുന്ന ഏത് ശ്രമവും വർഗീയ ശക്തികളെ സഹായിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പൊന്നാനിയിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗ് വിജയിച്ചിരുന്നത്. നാളെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എത്രത്തോളം ഭൂരിപക്ഷമാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഈ വോട്ടിൻ്റെ എണ്ണം പറയുന്നത് അത്ര ഉചിതമല്ല. കാരണം അത് ജനങ്ങളെ കയ്യിൽ കിടക്കുന്നതാണ്, അവരെ ബഹുമാനിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത പറച്ചിലാണ്, ഒരഹങ്കാരമാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഒരു കാര്യം പറയാം, പൊന്നാനി അതിൻ്റെ ഹൃദയം എന്നും എവിടെയാണോ ഇത്രയും കാലം നിന്നത് അത് പൂർവോപരി തിളക്കത്തോടെ UDF-ൻ്റെ കൂടെ നിൽക്കും. നല്ല ഭൂരിപക്ഷം അത് UDF സ്ഥാനാർത്ഥിക്ക് നൽകും എന്നുള്ള കാര്യം കാണാമല്ലോ, അത് പ്രകടമാണ്. ഇതിനേക്കാളും വലിയ ഒച്ചമുളിയൊക്കെ നടന്നപ്പോഴും പൊന്നാനി മാറിയിട്ടില്ല. പൊന്നാനി ഒരു പത്തരമാറ്റുള്ള പൊന്നിൻ്റെ തിളക്കത്തോടെ ഈ തവണ UDF സ്ഥാനാർത്ഥിക്ക് വിജയം നൽകും. ഇവിടുത്തെ ജനം, ഞാനീ നാട്ടുകാരനാണ്, ഈ മണ്ണിൻ്റെ മകനാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ സ്കൂള്, മാറാക്കര VBM ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഇന്നലെ കാടാമ്പുഴ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു. ദേവസ്വം അധികൃതർ, പൂജാരിമാർ, മേൽശാന്തി അവരൊക്കെ കണ്ടിരുന്നു. ഒരു മേൽശാന്തി ആയിരുന്ന, വളരെ ആദരണീയനായിട്ടുള്ള മേൽശാന്തി ആയിരുന്ന വ്യക്തിത്വം എൻ്റെ അധ്യാപകനായിരുന്നു, എമ്പ്രാന്തിരി മാഷ്. പോയ എല്ലായിടത്തും കാണുക എൻ്റെ സുഹൃത്തുക്കൾ, സഹപാഠികൾ. അപ്പോൾ അതിൻ്റെ പരിസരത്ത് വലിയ ആവേശത്തോടായിരുന്നു അവർ വരവേറ്റോടെ വീടുകൾ വരെ പോയി. അവിടെ എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ വീടുണ്ട്, നമ്മളെ നാടാണ്. ഇവിടെ തന്നെ ഞാൻ MLA ആയിരുന്നത്. ഈ പുത്തനത്താടിയുടെ തൊട്ടപ്പുറത്തുള്ള കോട്ടക്കൽ ഈ മണ്ഡലത്തിലാണ് MLA ആയിരുന്നത്. ഈ മണ്ഡലത്തിലാണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായത്. പൊന്നാനി മണ്ഡലത്തിൻ്റെ ഭാഗമായ എഡ്രിക്കോട് ഡിവിഷനിലാണ്. അതുകൊണ്ട് ജനങ്ങൾ നല്ല വിശ്വാസമുണ്ട്, ജനങ്ങൾക്കറിയാം. പിന്നെ കഴിഞ്ഞ ഒരു 3 കൊല്ലം പാർലമെൻറ്റിനകത്തും മണ്ഡലമായ മലപ്പുറത്തും ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടുകാർ വളരെ നന്നായി നിരീക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ സർവേ വന്നിട്ടുണ്ട്, മനോരമയുടെ സർവേ വന്നിട്ടുണ്ട്, മറ്റു ചാനലുകളുടെ ഒക്കെ വന്നിട്ടുണ്ട്. തങ്ങളത് അപ്പോൾ അത് പൊതുവെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം, പിന്തുണ വർദ്ധിച്ച തോതിൽ ഉണ്ടാവും എന്നുള്ള ശക്തമായ പ്രത്യാശ ഉണ്ട്. തീർച്ചയായും അത് തന്നെയാണ് തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി. പൊന്നാപുരം കോട്ടയായി തന്നെ മുസ്ലിം ലീഗ് നിലനിർത്തുമെന്ന് തന്നെയാണ് സമദാനി ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TV-യോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.